ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം സപ്തശതി എന്ന വേറെ പേരും കൂടിയുണ്ട്. അതിലെ 6-ാമത്തെ അധ്യായമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5 അധ്യായങ്ങൾ കഴിഞ്ഞു. 6-ാം അധ്യായമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ഷഷ്ടോധ്യായഃ ധൂമ്രലോചനവധഃ. 70-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്, 70-ാം ദിവസം. ആദ്യം നമുക്ക് പഴയ പുസ്തകത്തിൽ ധ്യാന ശ്ലോകം ഇല്ല, വേറെ 4 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതും ഇതുമായിട്ട് വ്യത്യാസമൊന്നുമില്ലാത്തത് കൊണ്ട് അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല. പഴയത് പുതിയ പുസ്തകത്തിൽ തന്നെയാണ് വായിക്കുന്നത്, ധ്യാന ശ്ലോകത്തോടു കൂടി, അതിൻ്റെ അർത്ഥത്തോടു കൂടി. അപ്പം നമുക്കിന്ന് വായിക്കാം. ഒരു 4 ശ്ലോകം എടുക്കാം. ഓം അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ഷഷ്ടോധ്യായഃ ധൂമ്രലോചനവധഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓരോ അധ്യായം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും സർവമംഗളമാംഗല്യെ ചൊല്ലിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണത്. ധ്യാനം. ഓം നാഗാധീശ്വരവിഷ്ടരാം ഫണിപണോത്തം സൂരുരത്നാവലീഭാസദ്ദേഹലതാം ദിവാകരനിഭാം നേത്രത്രയോത്ഭാസിതാം മാലാകുംഭകപാലനീരജകരാം ചന്ദ്രാർത്ഥചൂടാംബരാം സർവജ്ഞേശ്വരഭൈരവാംഗനിലയാം പത്മാവതീം ചിന്തയേ. ഓം ഋഷിരുവാച ഇത്യാകർണ്യവചോ ദേവ്യാഃ സാധൂതോമർഷപൂരിതഃ സമാചഷ്ടസമാഗമ്യ ദൈത്യരാജായ വിസ്തരാത്. തസ്യ ദൂതസ്യ തദ്വാക്യം ആകർണ്യാസുരരാട്ടതഃ സക്രോധപ്രാഹദൈത്യാനാം അധിപം ധൂമ്രലോചനം. ഹേ ധൂമ്രലോചനാശുത്വം സ്വസൈന്യപരിവാരിതഃ താമാനേയ ബലാദുഷ്ടാം കേശാകർഷണവിഹ്വലാം. തത്പരിത്രാണതഃ കശ്ചിദ്യതി വോത്തിഷ്ഠതേ പരഃ. തത്പരിത്രാണതഃ കശ്ചിത് യദി വോത്തിഷ്ഠതേ പരഃ സ ഹന്തവ്യോ മരോ വാപി യക്ഷോ ഗന്ധർവ്വയേവ വാം. ഇതാണ് ശ്ലോകം. ഇനി പിരിച്ചു പറയാം. നാഗാധീശ്വരവിഷ്ടരാം, അവിടെയൊന്നുമില്ല. ഫണിഭണോത്തം സൂരുരത്നാവലീ ഭാസദ്ദേഹലതാം, ഒരു വാക്കാണ്. ഫണിഭണോത്തം സൂരുരത്നാവലീ ഭാസദ്ദേഹലതാം. ഇനി നേത്രത്രയഃ ഉത്ഭാസിതാം നേത്രത്രയോത്ഭാസിതാം. ബാക്കിയൊന്നും അങ്ങനെ സർവജ്ഞേശ്വര ഭൈരവാംഗനില അവിടെയൊന്നും പിരിക്കാനില്ല. പിന്നെ ഇതി ആകർണ്യ ഇത്യാകർണ്യ ദൂതഃ അമർഷപൂരിതഃ ദൂതോമർഷപൂരിതഃ. ആകർണ്യ അസുരരാട് ആകർണ്യാസുരരാട്. പിന്നെ ബലാദ ദുഷ്ടാം ബലാദുഷ്ട.
അത് ദ പ്ലസ് പിന്നെ ഒരു ദാ വരുന്നു മൃദു അക്ഷരം. അപ്പം ആദ്യത്തെ ദായെ ഇരട്ടിക്കണം, ബലാദുഷ്ട എന്ന്. യതി വഹ ഉത്തിഷ്ഠതേ, ഒത്തിഷ്ഠത എന്നില്ലേ, അത് വഹ ഉത്തിഷ്ഠതേ അപരഹ, ഓത്തിഷ്ഠതേ പരഹ എന്ന് ഇത്. ഹന്തവ്യഹ അമരഹ, ഹന്തവ്യോമരോ, ഹന്തവ്യോമരോ, വാ അപി വാപി. അത്രയേ ഉള്ളൂ, തിരിച്ചു പറയാം. ഇനി നമ്മൾക്ക് അർത്ഥം നോക്കാം. ഓം നാഗാധീശ്വരവിഷ്ടരാം. നഖം അകം എന്നൊക്കെ പറഞ്ഞാൽ അത് പർവ്വതാണ്. നാഗാധീശ്വരൻ, പർവ്വതങ്ങളുടെ ഈശ്വരൻ. ആരാത്? ഹിമാലയ പർവ്വതം. വിഷ്ടരാം, ആ ഹിമാലയ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്നവളും. ഫണിഫണോത്തംസോരു രത്നാവലി ഭാസദ്ദേഹലതാം. ഒറ്റ വാക്കാണ്. ഫണി എന്ന് പറഞ്ഞാൽ നാഗം, സർപ്പം. ഫണോത്തംസം എന്ന് പറഞ്ഞാൽ ആ സർപ്പത്തിൻ്റെ തലയിലുള്ള ആ ഫണത്തിൽ ഇരിക്കുന്ന രത്നത്തെ കൊണ്ട്, രത്നാവലി എന്ന് പറയുമ്പം രത്നത്തെ കൊണ്ടൊരു മാലയാക്കിയിട്ടുണ്ടാവാം. ആ സമൂഹം എന്നർത്ഥം, വലി എന്നുള്ളതിൻ്റെ. ആവലി, ആവലി എന്ന് പറഞ്ഞാൽ സമൂഹം. അപ്പം ആ രത്നങ്ങളുടെ സമൂഹം കൊണ്ടുണ്ടാക്കിയ മാലയോ അല്ലെങ്കിൽ നാഗമ്പടത്താലി എന്നൊക്കെ പറയില്ലേ, നാഗത്തിൻ്റെ തലയിലെ ആ നമ്മൾ പറയും അങ്ങനെ, നാഗമ്പടത്താലി. അതുപോലെയുള്ള ആഭരണങ്ങൾ കൊണ്ടൊക്കെ ഭാസത്, ആ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിരിക്കുക, അതുകൊണ്ട് പ്രകാശിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന ദേഹമാകുന്ന ലതയോടുകൂടിയവൾ. ദേവിയുടെ ദേഹത്തെയാണ് വിസ്തരിച്ചത്. ദിവാകര നിഭ, ദിവാകരൻ സൂര്യനാണ്. സൂര്യൻ്റെ നിഭയോടുകൂടിയവൾ, സൂര്യൻ്റെ പ്രഭയോടുകൂടിയവളും. നേത്രത്രയോത്ഭാസിതാം, നേത്രത്രയം, ത്രയം മൂന്നാണ്, നേത്രം കണ്ണാണ്. അപ്പം 3 കണ്ണുകളോട് കൂടിയവളും. 3 കണ്ണുകൾ എങ്ങനെയുള്ളത്? ഉത്ഭാസിത, വർദ്ധിച്ച ശോഭയോട് കൂടിയ കണ്ണുകൾ, അതായത് പ്രകാശിക്കുന്ന കണ്ണുകളോട് കൂടിയവളും. മാലാ കുംഭ കപാല നീരജകരാം, മാലയും കുംഭവും കപാലവും നീരജവും. നീരജം നീര് വെള്ളമാണ്, ജം ജനിച്ചത്, വെള്ളത്തിൽ ജനിച്ചത് താമര. അപ്പം മാല, കുംഭം, കപാലം, നീരജം. ഈ കപാലം എന്ന് പറയുന്നത് ഭിക്ഷ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. സന്യാസിമാരുടെ കയ്യിൽ കാണാം കപാലം, ശിവൻ്റെ കയ്യിലുമുണ്ട്. ശിവൻ ദേവിയുടെ മുമ്പിൽ തന്നെ ഭിക്ഷാപാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. ആ പാത്രത്തെയാണ് കപാലം എന്ന് പറയുന്നത്. പിന്നെ ഇതുണ്ട്, പിന്നെ മാല, തലയോട് കൊണ്ടുള്ള മാലയും ധരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ അലങ്കരിച്ച. പിന്നെ നീരജം കയ്യിലും പിടിച്ചിട്ടുണ്ട്, താമര കയ്യിലും പിടിച്ചിട്ടുണ്ട്. കൂടാതെ ചന്ദ്രാർത്ഥ ചൂടാം, അർദ്ധചന്ദ്രനെ കൊണ്ട് ചൂടാം എന്ന് പറയാൻ അലങ്കരിച്ചിരിക്കുന്നു. അപ്പം തലയിൽ അർദ്ധചന്ദ്രനുണ്ട്. അങ്ങനെ പരാം, ശ്രേഷ്ഠയായിരിക്കുന്ന സർവജ്ഞേശ്വരൻ. സർവജ്ഞേശ്വരൻ ആരാണ്? മഹാദേവൻ. ആ മഹാദേവൻ്റെ വേറൊരു പേരാണ് ഭൈരവൻ, വേറൊരു വിഭൂതിയാണ് ഭഗവാന്റെ. അപ്പം ആ സർവജ്ഞേശ്വരനായ ഭൈരവൻ്റെ അംഗനിലയാം, അംഗത്തിൽ നിലയനം ചെയ്യുന്നവളും. അതായത് ഭഗവാന്റെ ഇടത്തെ തൊടയിലിരിക്കുന്ന ആ ദേവി പത്മാവതി എന്നാണ് ആ ദേവിയുടെ പേര്. പാർവതി ദേവി തന്നെ വേറൊരു പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പത്മാവതി ദേവിയെ ചിന്തിക്കുന്നു. ചിന്തയെ, ഇവിടുത്തെ ധ്യാനം പത്മാവതി ദേവിയെക്കുറിച്ചാണ്. അങ്ങനെ ഇരിക്കുന്ന ദേവി, ആ ദേവിയുടെ വർണ്ണനയാണ് മുകളിൽ പറഞ്ഞത്. ഹിമാലയ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്നവളും നാഗത്തിൻ്റെ ഭണിയിൽ ശിരസിലുള്ള രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച ദേഹമാകുന്ന ലതയോടുകൂടിയവളും. ആ ദേഹത്തെ ലതയോട് ഉപമിച്ചിരിക്കുന്നു. ദിവാകര നിഭാം, സൂര്യനെ പോലെ പ്രകാശിക്കുന്നവളും.
നേത്രത്രയോത്ഭാസിതാം, 3 കണ്ണുകളാൽ പ്രകാശിക്കുന്നവളും. ഉത്ഭാസിതം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, ശോഭിക്കുക. മാല കുംഭ കപാല നീരജകര. മാല കുംഭം കപാലകുംഭം എന്ന് പറഞ്ഞാൽ കലശവും ആകാം. മാല കുംഭം കപാലം നീരജം ഇവ കയ്യിൽ പിടിച്ചിരിക്കുന്നവളും. ചന്ദ്രാർത്ഥ ചൂടാം, അർദ്ധചന്ദ്രനെ ധരിച്ചിരിക്കുന്നവളും ആയ ശ്രേഷ്ഠയായ സർവജ്ഞേശ്വര ഭൈരവാംഗ നിലയ. ശ്രേഷ്ഠയും സർവജ്ഞേശ്വരനായ മഹാദേവൻ്റെ അംഗത്തിൽ നിലയനം ചെയ്യുന്നവളും ആയ ആ പത്മാവതി ദേവിയെ ചിന്തിക്കുന്നു. ഇവിടുത്തെ ധ്യാനം ആ ദേവിയെക്കുറിച്ചാണ്. ഒരു കാളി രൂപമായിരിക്കാം, കപാലമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം തലയോട് കൊണ്ട് മാലയുണ്ടാകാം, കഴുത്തിൽ ഭിക്ഷയുടെ പാത്രം പിടിച്ചിട്ടുണ്ടാകാം, താമര കയ്യിലുണ്ടായിരിക്കാം, പാമ്പുകളെ കൊണ്ട് ഇനി സർപ്പങ്ങളെ അണിഞ്ഞിട്ടുണ്ടാകാം, ഭദ്രകാളി രൂപമാകാം, അല്ലെങ്കിൽ കാളി രൂപം ആയിട്ടും എടുക്കാം. അങ്ങനെയുള്ള ദേവിയെ ഇവിടെ ധ്യാനിച്ചിരിക്കുന്നു. ഇനി ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇത് എല്ലാത്തിലും ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, എല്ലാവരുടെയും പുസ്തകത്തിലൊന്നുമില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓം ഋഷിരുവാച. അപ്പം ഋഷി ഉവാച, ഏത് ഋഷിയാ? സുമേധസ് ഋഷി. ആരോടാ പറയുന്ന ഇതൊക്കെ കഥ? കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയില്ലേ ഞാൻ? ഇനിയും ശുംഭനിശുംഭന്മാരുടെ കഥ, അതായത് ദേവിയുടെ വീരപരാക്രമങ്ങളുടെ കഥ ഇനിയും തുടരാമെന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ സുമേധസ് മഹർഷി ഇവിടെ സുരഥൻ രാജാവിനോടും വൈശ്യനോടുമായി വിവരിച്ചു കൊടുക്കുകയാണ്. ഋഷിരുവാച ഇത്യാകർണ്യവചോ ദേവ്യാഹ. ഇതി ആകർണ്യ, ഇത്യാകർണ്യ, ഇതി ഇപ്രകാരം. അതെന്തായിരിക്കും? അത് തിരിച്ചു പോവുക നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക്. 5-ാമത്തെ അധ്യായത്തിലെ ലാസ്റ്റിലുള്ള 2 ശ്ലോകം ദേവി പറഞ്ഞത്, ദേവി ഉവാച എന്നുള്ളത്. ഏവമേതദ് ബലി ശുംഭോ നിശുംഭശ്ചാതി വീര്യവാൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിതാ പുരാ സത്വം ഗച്ഛമൈവോക്തം യഥേത സർവമാതൃതഃ തഥാ ചക്ഷു അസുരേന്ദ്രായ സചയുക്തം കരോതു യത്. ഈ 2 ശ്ലോകം, അതായത് ഞാൻ ഈ പറയുന്നത് പോലെ നീ അവിടെ ചെന്ന് പറയുക. ദൂതനോട് ദേവി പറഞ്ഞതാണ്. നിങ്ങളുടെ ശുംഭൻ ബലവാനും നിശുംഭൻ വീര്യവാനും ഒക്കെയാണ്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ആലോചിക്കാതെ ഒരു പ്രതിജ്ഞ എടുത്തുപോയി. ആ പ്രതിജ്ഞയെ എനിക്ക് മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ അവിടെ ചെന്ന് പറയുക. ആ ശുംഭൻ വേണ്ടത് യുക്തമായത് സ്വീകരിച്ചു കൊള്ളും. അങ്ങനെ വന്ന് അവൻ എന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ദേവി പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് എന്നിവിടെ നിങ്ങൾ പുറകോട്ട് പോയി ആലോചിക്കണം. അപ്പം ഇത്യാകരണ ഇത് ഇപ്രകാരം കേട്ടിട്ട് വചഹ വാക്കുകൾ ദേവിയുടെ ഇപ്രകാരം ദേവിയുടെ വാക്കുകളെ കേട്ടിട്ട് സാ ദൂതോ അമർഷപൂരിത. ആ ദൂതന് അമർഷമുണ്ടായി. ആ ദൂതന് സുഗ്രീവന് ദേഷ്യം, ക്രോധം വന്നിട്ട് സമാചഷ്ട സമാഗമ്യ. അപ്പം സമാചഷ്ട പറഞ്ഞു. ആചഷ്ട എന്ന് പറഞ്ഞാൽ പറയുക, സമാചഷ്ട സമ്യക്കായി പറഞ്ഞു. സമാഗമ്യ ദൈത്യരാജായ ദൈത്യരാജനോട് വിസ്തരിച്ചു പറഞ്ഞു. ദൈത്യരാജാവിനായിക്കൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. സമാഗമ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, മടങ്ങി വന്നിട്ടെന്നർത്ഥം. അതായത് ദേവിയുടെ അടുത്തുനിന്ന് തിരിച്ചു വന്ന് ശുംഭൻ്റെ അടുത്ത് വന്ന് കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. ദേവി എന്താണ് പറഞ്ഞതെന്ന് ദേവി പറഞ്ഞ പോലെ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. ദൈത്യരാജനോട്, ദൈത്യന്മാരുടെ രാജാവായ ശുംഭനോട് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഇത്യാകർണ്യവചോ ദേവ്യാഹ സാധൂതോ അമർഷപൂരിതഃ സമാചഷ്ടസമാഗമ്യ ദൈത്യരാജായ വിസ്തരാത്. അസുരരാജാവായ ശുംഭൻ്റെ ദൂതനായ സുഗ്രീവൻ ദേവിയുടെ മുൻവിവരിച്ച വാക്കുകൾ കേട്ടിട്ട് ക്രുദ്ധനായി അസുരാധിപതിയായ ശുംഭൻ്റെ സമീപത്തിലെത്തി ദേവി പറഞ്ഞതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു എന്ന ആദ്യത്തെ ശ്ലോകം. 2-ാമത്തെ ശ്ലോകത്തിൽ തസ്യ ദൂതസ്യ തദ്വാക്യം ആകർണ്യാസുരരാട്ടതഃ സക്രോധപ്രാഹ ദൈത്യാനാം അധിപം ധൂമ്രലോചനം
തസ്യ ദൂതസ്യ തദ്വാക്യം, തസ്യ ദൂതസ്യ ആ ദൂതനാരാ? സുഗ്രീവൻ. ആ സുഗ്രീവൻ്റെ തദ്വാക്യം വാക്കുകളെ കേട്ടിട്ട്, ആകർണ്യ കർണം ചെവിയാണ്, ചെവി കൂടെ കേൾക്കുന്നതുകൊണ്ട് ആകർണം എന്ന് കേട്ടിട്ട് എന്നർത്ഥം. അസുരരാട്, അവിടെ ആകർണ്യാസുരരാടെന്നാണ് എഴുതിയിരിക്കുന്നത്. ആന്നില്ല അവിടെ അസുര. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് 32 അക്ഷരേ വരാൻ പാടുള്ളൂ. രണ്ടാമത് ആകർണ്യ നീയായിക്കൊരു ദീർഘം ഉള്ളത് കൊണ്ട് അവിടെ അസുരരാട്, അസുര രാജാവ്. രാടെന്ന് പറഞ്ഞാൽ രാജാവ്. അപ്പോൾ ആ അസുര രാജാവും തഥഹ സക്രോധഹ, അവനോ അനന്തര ആ അസുര രാജാവിന് ഈ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ക്രോധം ഉണ്ടായി. സക്രോധക, ക്രോധത്തോടുകൂടി പ്രാഹ പറഞ്ഞു. ദൈത്യാനാം അധിപം ധൂമ്രലോചനം. എന്താ, ആരോടാ പറഞ്ഞേ? ദൈത്യന്മാരുടെ അധിപനായ ധൂമ്രലോചനനോട് പറഞ്ഞു. അപ്പോൾ ദൈത്യന്മാരുടെ അധിപനായ സേനാധിപതിയായ അല്ലെ സേനാനായകനായ ധൂമ്രലോചനോട് ആ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ശുംഭൻ ഇപ്രകാരം പറഞ്ഞു. സക്രോധക, വർദ്ധിച്ച കോപത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. തസ്യ ദൂതസ്യ തദ്വാക്യം ആകർണ്യാസുരരാട്ടതഃ സക്രോധ പ്രാഹദൈത്യാനാം അധിപം ധൂമ്രലോചനം. അതായത് ദൂതനായ സുഗ്രീവൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അസുര രാജാവിന് അതിയായ കോപമുണ്ടായി. അസുരരാട് എന്ന് പറഞ്ഞാൽ ആകർണ്യാസുരരാട് എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ രാജാവ്. സക്രോധ പ്രാഹദൈത്യാന, അപ്പം രാജാവിന് അതിയായ കോപമുണ്ടായി. അനന്തരം തൻ്റെ സൈന്യപ്രധാനിയായ ധൂമ്രലോചനോട് ഇങ്ങനെ പറഞ്ഞു. ആ ധൂമ്രലോചനോട് എന്താ പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ. ഹേ ധൂമ്രലോചനാശുത്വം സ്വസൈന്യ പരിവാരിതഃ താമാനയ ബലാദുഷ്ടാം കേശാകർഷണ വിഹ്വലാം. ഹേ അല്ലയോ ധൂമ്രലോചന, ആശു പെട്ടെന്ന്, ത്വം അങ്ങ്, സ്വസൈന്യപരിവാരിത തൻ്റെ സൈന്യപരിവാരങ്ങളുമായി, താം ആനയ അവളെ ആനയിച്ചു കൊണ്ടുവരിക. ആനയിക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നർത്ഥം. ആനയ ബലാത് ദുഷ്ടയായ അവളെ ബലാത്കാരമായി ആനയിക്കുക എന്നാണ് പറഞ്ഞത്. ബലാത്കാരമായി അവളെ, ആ ദുഷ്ടയായ അവളെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരിക. കേശാകർഷണ വിഹ്വല, ആ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ച് ക്ഷീണിതയാക്കി അവളെ പേടിപ്പിച്ച് ഇങ്ങ് കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. ഹേ ധൂമ്രലോചനാശുത്വം സ്വസൈന്യ പരിവാരിതഃ താം ആനയ അവളെ കൊണ്ടുവരൂ. ബലാദ് ദുഷ്ടാം ബലാദുഷ്ടാം, ദ പ്ലസ് പിന്നെയും മൃദു അക്ഷരം വന്നുകൊണ്ട് ആദ്യത്തെ ദ അങ്ങോട്ട് ഇരട്ടിക്കും. അപ്പോൾ ബലാദുഷ്ടാം എന്നൊറ്റ വാക്ക്. കേശം തലമുടിയാണ്. ആകർഷണം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ വലിച്ചിഴയ്ക്കുക. അപ്പോൾ തലമുടിക്കുത്തിന് പിടിച്ച് വലിച്ചിഴച്ച് ക്ഷീണിതയാക്കി പേടിപ്പിച്ച് അവളെ ഇങ്ങു കൊണ്ടുവരൂ എന്ന് ധൂമ്രലോചനോട് പറഞ്ഞു. ഹേ ധൂമ്രലോചനാശുത്വം സ്വസൈന്യ പരിവാര, തൻ്റെ തന്നെ സൈന്യങ്ങളും പരിവാരങ്ങളുമായിട്ട് പോകാനാണ് പറഞ്ഞത്. താം ആനയ ബലാദുഷ്ടാം കേശാകർഷണ വിഹ്വലാം. ഹേ ധൂമ്രലോചന, നീ നിൻ്റെ സൈന്യങ്ങളോടുകൂടി ചെന്ന് ദുഷ്ടയായ അവളെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് ക്ഷീണിതയാക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നിങ്ങനെ ശുംഭൻ ആജ്ഞാപിച്ചു. ശുംഭൻ ആജ്ഞാപിക്കുക, രാജാവല്ലേ, ആജ്ഞാപിച്ചു. അടുത്ത ശ്ലോകം. തത്പരിത്രാണത കശ്ചിത് യതിവോത്തിഷ്ഠതേ അപരഃ സ ഹന്തവ്യോമരോ വാപി യക്ഷോ ഗന്ധർവയേവ വാ. തത് അവൾക്ക് പരിത്രാണത, അവിടെ അവൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കശ്ചിത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുവൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരുവൻ, അവിടെ കശ്ചിദ്യതി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ
ത്രാണനം ചെയ്യാൻ. പരിത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവളെ രക്ഷിക്കാനായി അവിടെ ഏതെങ്കിലും ഒരുവനുണ്ടെങ്കിൽ വഹാ തിഷ്ഠതേ അപരഹ, വേറെ ആരെങ്കിലും അപരനായിട്ട് അവിടെ ആരെങ്കിലും അവളെ രക്ഷിക്കാനായിട്ട് ഉണ്ടെങ്കിൽ സ ഹന്തവ്യോ, അവനെ അങ്ങ് കൊന്നേക്കുക. ഹന്തവ്യോ, അവനെ കൊന്നേക്കുക. അമരോ വാ അപി യക്ഷോ ഗന്ധർവയവ, അവൻ ദേവന്മാരോ, അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ, അമൃത് കുടിച്ച് മരണമില്ലാത്തവരാണ് ദേവന്മാർ, അതുകൊണ്ട് അവരെ അമരന്മാരെന്ന് പറയുന്നു. ഇപ്പം അമരന്മാരോ ദേവന്മാരോ യക്ഷന്മാരോ ഗന്ധർവന്മാരോ ആരുമായിക്കൊള്ളട്ടെ അവനെയും കൂടി അങ്ങ് കൊന്നേക്ക് എന്ന് ശുംഭൻ ആജ്ഞാപിച്ചു. തത്പരിത്രാണത കശ്ചിദ്യതി എന്നും പറയാം, ഒന്നിച്ചും വായിക്കാം കേട്ടോ. കശ്ചിത് യതി എന്ന് വായിച്ചാലും കുഴപ്പമില്ല. കശ്ചിദ്യതി, ഏതെങ്കിലും ഒരുവൻ എന്നർത്ഥം. ഒത്തിഷ്ഠതേ, വഹാ തിഷ്ഠതേ ഓത്തിഷ്ഠതേ, അതായത് വഹ എന്നുള്ള വിസർഗ മാറിയിട്ട് താ വന്ന മൃദു അക്ഷരം വന്നുകൊണ്ട് അത് ഓത്തിഷ്ഠത, തായരട്ടിക്കും ഒത്തിഷ്ഠതയെന്ന് ഒന്നിച്ചാവും. അപ്പോൾ അവിടെ ആരെങ്കിലും മറ്റാരെങ്കിലും അവളെ രക്ഷിക്കാനായിട്ട് ഏതെങ്കിലും ഒരുവനുണ്ടെങ്കിൽ അവനെയും കൊന്നേക്ക്. അവൻ അമരനായിക്കോട്ടെ, യക്ഷനായിക്കോട്ടെ, ഗന്ധർവനായിക്കോട്ടെ, ആരായാലും വേണ്ടില്ല എന്ന്. തത്പരിത്രാണത കശ്ചിദ്യതി ഓത്തിഷ്ഠതേ പരഹ സ ഹന്തവ്യോ മരോവാപി യക്ഷോ ഗന്ധർവയേവ, അവിടെ അവളെ രക്ഷിക്കുവാനായി ആരെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അവനെ നിഗ്രഹിക്കണം. അവൻ ദേവനോ യക്ഷനോ ഗന്ധർവനോ ആര് തന്നെയായാലും സംശയിക്കണ്ട, കൊന്നേക്കും എന്നിങ്ങനെ നിയോഗിച്ചു ശുംഭൻ പറഞ്ഞു. ഇനി അത് മുഴുവനായിട്ടൊന്ന് വായിച്ചു തരാം. ഓം അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ഷഷ്ടോധ്യായഃ ധൂമ്രലോചനവതഃ. ഓം നമഃചണ്ഡികായൈ. ധ്യാനം. ഓം നാഗാധീശ്വരവിഷ്ടരാം ഫണിവണോത്തം സൂര്യരത്നാവലീവാസദ്വേഹലതാം. ഫണി മുതൽ ലതാം വരെ ഒറ്റ വാക്ക്. ഫണിഭണോത്തം സൂര്യരത്നാവലീവാസദ്വേഹലതാം. ദിവാകരനിഭാം നേത്രത്രയോത്ഭാസിതാം. മാലാകുംഭകപാലനീരജകരാം ചന്ദ്രാർത്ഥചൂടാം പരാം. സർവജ്ഞേശ്വരഭൈരവാംഗനിലയാം പത്മാവതീം ചിന്തയേ. ഓം ഋഷിരുവാച ഇത്യാകർണ്യവചോ ദേവ്യാഃ സാധൂതോമർഷപൂരിതഃ. സമാചഷ്ടസമാഗമ്യ ദൈത്യരാജായ വിസ്തരാത്. തസ്യ ദൂതസ്യ തദ്വാക്യം ആകർണ്യാസുരരാട്ടതഃ. സക്രോധപ്രാഹ ദൈത്യാനാം അതിവം ധൂമ്രലോചനം. ഹേ ധൂമ്രലോചനാശുത്വം സ്വസൈന്യപരിവാരിതഃ. താം ആനയദ് ബലാദുഷ്ടാം കേശാകർഷണവിഹ്വലാം. തത്പരിത്രാണത കശ്ചിദ്യതി ഓത്തിഷ്ഠതേ അപരഃ സ ഹന്തവ്യോമരോ വാപി യക്ഷോ ഗന്ധർവയേവ വാ. ഇനി അതിൻ്റെ മുഴുവൻ അർത്ഥം ആദ്യം മുതൽ. അസുര രാജാവായ ശുംഭൻ്റെ ദൂതനായ സുഗ്രീവൻ ദേവിയുടെ മുൻവിവരിച്ച വാക്കുകൾ കേട്ടിട്ട് ക്രുദ്ധനായി അസുരാധിപതിയായ ശുംഭൻ്റെ സമീപത്തിലെത്തി ദേവി പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ദൂതനായ സുഗ്രീവൻ പറഞ്ഞ ആ വാക്കുകളെ കേട്ടിട്ട് അസുര രാജാവിന് അതിയായ കോപമുണ്ടായി. അനന്തരം തൻ്റെ സൈന്യപ്രധാനിയായ ധൂമ്രലോചനോട് ഇങ്ങനെ പറഞ്ഞു. ഹേ ധൂമ്രലോചന, നീ നിൻ്റെ സൈന്യങ്ങളോടുകൂടി ദുഷ്ടയായ അവളെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് ക്ഷീണിതയാക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നിങ്ങനെ ശുംഭൻ ആജ്ഞാപിച്ചു. അവിടെ അവളെ രക്ഷിക്കുവാനായി ആരെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അവനെ നിഗ്രഹിക്കണം. ദേവനോ യക്ഷനോ ഗന്ധർവനോ ആര് തന്നെയായാലും നീ സംശയിക്കണ്ട, കൊന്നയിക്കൂ എന്നിങ്ങനെ നിയോഗിച്ചു ശുംഭൻ. ഇത്രയും മതി ഇതുവരെ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഇതുമായി വരുന്നവരെ ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി.
ഹരി ഓം.